കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകുന്ന സന്തോഷത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ നന്മയും കരുണയും ഒരു അപ്പനെ പോലെ, ഇടയനെ പോലെ, കാവൽക്കാരനെ പോലെ നമ്മെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ നന്മയും കരുണയും എന്നെ വിട്ടുപിരിയുകയില്ല എന്ന വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ കർത്താവിൻ്റെ കരുണ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ശ്വാസവും, ആരോഗ്യവും, കുടുംബവും, ജോലിയും, ദൈനംദിന ആവശ്യങ്ങളും നിറവേറപ്പെടുന്നത് ദൈവത്തിൻ്റെ അനന്തമായ നന്മയുടെ ഫലമാണ്. നമ്മുടെ കുറവുകളും തെറ്റുകളും ഉണ്ടായിരുന്നിട്ടും ദൈവം നമ്മെ തള്ളിക്കളയാത്തത് അവിടുത്തെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം വ്യക്തമാക്കുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യമില്ല. അവിടുത്തെ കരം നമ്മെ അനുഗ്രഹിക്കുവാൻ കുറുകി പോയിട്ടുമില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. ആമേൻ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും. ആമേൻ. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും. ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിയിടും. ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ അനുഗ്രഹം ഇന്നും കുറഞ്ഞിട്ടില്ല. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ രോഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുറവുകളെ സമർപ്പിക്കാം. അവിടെ നിന്നാകുന്ന ജീവനദി ഇന്നും പറ്റിപ്പോയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും
ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആമേൻ. ഹല്ലേലൂയ. ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ. നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവിടുത്തെ സങ്കേതത്തിൽ നമുക്ക് അഭയമുണ്ട്. ആ ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു, ഞാനങ്ങേക്ക് നന്ദി പറയുന്നു, ഞാനങ്ങേ ആരാധിക്കുന്നു. ആമേൻ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ആമേൻ. ഹല്ലേലൂയ. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേ യേശുവേ, ആരാധന. ഹല്ലേലൂയ നാഥ. കർത്താവായ യേശുവേ, അങ്ങേക്ക് മഹത്വം. നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രവിക്കുകയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.